ഹലോ ഗൈസ്, എല്ലാ ക്രിയേറ്റീവ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി റിപ്പബ്ലിക് ഡേ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ റുബിക്സ് ക്യൂബിൽ ചില സ്റ്റൈൽസും പാറ്റേൺസും ഉണ്ട്. അതിൽ ചിലത് നിങ്ങളെ പഠിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ റുബിക്സ് ക്യൂബ്. ഇത് ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ചു തരാൻ പോകുന്ന ഒരു സ്റ്റൈലാണ്. ഇതാണ് സ്നേക്ക് സ്റ്റൈൽ എന്ന് പറയും. ഇത് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു രസം തോന്നി ഇത് ചെയ്യാൻ. എന്നുവെച്ചാൽ ഒരു സ്നേക്ക് പോകത്തില്ല, അതുകൊണ്ടാണ് ഈ സ്റ്റൈലുള്ളത്. ഇങ്ങനെ കണ്ടോ, ഇതാണ് ഇപ്പോൾ സ്നേക്ക് സ്റ്റൈൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ആദ്യം ലെഫ്റ്റ് കൈ എടുത്തിട്ട് അതിൻ്റെ ലെഫ്റ്റിൻ്റെ തമ്പ് എടുത്ത് നമ്മുടെ ഫ്രണ്ട് ഫേസിൻ്റെ മിഡിലും സെൻറ്ററിലും നമ്മുടെ ഈ ഫിംഗർ എടുത്ത് ബാക്ക് ഫേസിൻ്റെ ഇവിടെ വെക്കുക. ഇതാണ് അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് കൈയാണ്, ഇടത്തെ കൈയാണ് നമ്മുടെ റുബിക്സ് ക്യൂബ് ഹോൾഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് വെച്ചാണ് നമ്മൾ സ്റ്റൈൽ കാണിക്കുന്നത്. അപ്പം ഈ റൈറ്റ് ഹാൻഡിൻ്റെ നമുക്ക് വേണേൽ ഈ രണ്ട് വിരലും വെക്കാം, അല്ലെ ഈ രണ്ട് വിരലും വെക്കാം. അപ്പോൾ ഏത് രണ്ട് വിരലിങ്ങനെ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പും മിഡിൽ ഫിംഗറുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് നമ്മുടെ ഫ്രണ്ട് ഫേസിൻ്റെ റൈറ്റ് പോർഷനിൽ ഏറ്റവും ടോപ്പിൽ വെക്കുക. നമ്മുടെ മിഡിൽ ഫിംഗർ ബാക്ക് പോർഷൻ്റെ ഇവിടായിട്ട് വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഇനിയാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ്. ഈ റൈറ്റ് ഫേസ് 2 വട്ടം ടേൺ ചെയ്യുക. പിന്നെ അങ്ങനെ തന്നെ റൈറ്റ് ഫേസ് ഇങ്ങനെ ക്ലോക്ക് വൈസ് ചെയ്യുക, കൗണ്ടർ ക്ലോക്ക് വൈസ് ചെയ്യുക, ക്ലോക്ക് വൈസ് ചെയ്യുക, കൗണ്ടർ ക്ലോക്ക് വൈസ്. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇതല്ലയോ ചെയ്തേ, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടി ഇരിക്കുന്നതായിട്ട് പോകും. പിന്നെ ഒന്നുകൂടി ഇതിങ്ങനെ ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സ്നേക്ക് സ്റ്റൈൽ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ തമ്പും മിഡിൽ ഫിംഗറും എടുത്ത് സെൻറ്റർ പോർഷനിൽ ബാക്കിലും ഫ്രണ്ടിലും മിഡിൽ പോർഷനിൽ വെച്ച് സെൻറ്റർ പോർഷനിൽ വെച്ച്, എന്നിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലെ തമ്പും മിഡിൽ ഫിംഗറും ഈ മോൾ ഭാഗത്തായിട്ട് വെച്ചിട്ട് റൈറ്റ് സൈഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് 2 വട്ടം കറക്കുക, ഡൗൺ അത് ക്ലോക്ക് വൈസ് 2 വട്ടം കറക്കുക. നമ്മൾ കൈ എടുക്കല്ലേ ഗൈസ്. എന്നിട്ട് പിന്നെ ഡൗൺ കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇപ്പോൾ ഗൈസ്, നമ്മുടെ സ്റ്റൈല് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്നത് പാറ്റേൺ ആണ്. ഫസ്റ്റ് പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചെസ് ബോർഡ് പാറ്റേൺ. നമ്മുടെ ചെസ് ബോർഡ് ഇരിക്കത്തില്ല, അതുകൊണ്ടാണ് ഈ പാറ്റേൺ വരുന്നത്. 4 സൈഡിലും ചെസ് ബോർഡ് പാറ്റേൺ ആണ്. ഉണ്ടല്ലേ, 4 അല്ല 6 സൈഡിലും ചെസ് ബോർഡ് പാറ്റേണിൽ വരുന്നതാണ് ഈ സ്റ്റൈലല്ല പാറ്റേൺ. അപ്പോൾ ഈ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം.
ഇത് കണ്ടില്ല, ഇതിപ്പോൾ നമ്മുടെ റൂബിക്സ് ക്യൂബ് സോൾവ് ആയിരിക്കുകയാണ്. നമ്മൾ ഇതാണ്ട് ഫ്രണ്ട് ഫേസിൽ ഇത് 2 വട്ടം കറക്കുക. എന്നിട്ട് ഇത് തിരിച്ചിട്ട് ഇത് 2 വട്ടം കറക്കുക. നമ്മളിത് തിരിച്ചിട്ട് ഇത് 2 വട്ടം കറക്കുക. അപ്പം നമ്മൾ 3 സൈഡും നടുഭാഗം 2 വട്ടം കറക്കുക. ഇത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആയി കിട്ടും. കണ്ടല്ലേ? ചെസ് ബോർഡ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് ആദ്യം ഇത് 2 വട്ടം കറക്കി, ഇത് 2 വട്ടം കറക്കി, ഇത് 2 വട്ടം കറക്കി. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ചെസ് ബോർഡ് പാറ്റേൺ. ഇനിയും വേറെ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ചെയ്തത് 6 സൈഡിലും ചെസ് ബോർഡ് പാറ്റേൺ ആണ്. നമുക്ക് വേണമെങ്കിൽ അത് 2 സൈഡ് മാത്രമായിട്ട് ചെയ്യുക, 4 സൈഡ് മാത്രമായിട്ട് ചെയ്യുക. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ സ്നേക്ക് സ്റ്റൈൽ ചെയ്തില്ലേ, അതുകൂട്ട് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മിനിറ്റ്, സ്നേക്ക് സ്റ്റൈൽ ചെയ്തുകൊണ്ടിരിക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 24 കറക്കം ഇറക്കുമ്പോൾ, സ്നേക്ക് തന്നെ 24 കറക്കം ഇറക്കുമ്പോൾ ഈ പാറ്റേൺ 2 സൈഡിൽ ഈ പാറ്റേൺ വരുന്നതാണ്. ഉണ്ടല്ലേ? ഈ 2 സൈഡിൽ വരും, ഈ സൈഡിലൊന്നും വരത്തില്ല. ഇനി അത് തന്നെ നമ്മൾ വേറെ ഫേസ്, ഇപ്പം നമ്മൾ ഓറഞ്ച് ഫേസ് വെച്ചാണ് ചെയ്തത്, നമ്മളിപ്പം ഗ്രീൻ ഫേസ് വെച്ച് ചെയ്യാൻ പോവാണ്. 24 കറക്ക് കറക്കണം. 24 കറക്ക് കറക്കിയപ്പോൾ ഈ 4 സൈഡ് ചെസ് ബോർഡ് ആയിട്ടുണ്ട്. ഈ 2 സൈഡ് ചെസ് ബോർഡ് ആയിട്ടില്ല. നമ്മൾ ഇതും ആക്കണമെന്നുണ്ടെങ്കിൽ യെല്ലോ ഫേസ് എടുത്തിട്ട് യെല്ലോ വൈറ്റ് എടുക്കാം. ഇപ്പം 6 ഫേസും ആക്കിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ശരിയാക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത കൂട്ട് തന്നെ ഇങ്ങനെ ചെയ്താൽ മതി. ശരിയായിട്ടുണ്ട്. ഇനി നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് സെൻറ്റർ ലോക്ക് എന്ന് പറഞ്ഞ പാറ്റേൺ ആണ്. ഇതാണിപ്പോൾ സെൻറ്റർ ലോക്ക്. ഈ സൈഡല്ല, എന്നുവെച്ചാൽ സെൻറ്റർ പീസ് മാത്രം വേറെ കളറായിരിക്കും, ബാക്കിയെല്ലാം വെവ്വേറെ കളറായിരിക്കും. ഉണ്ടല്ലേ? ഇതാണ് അപ്പോൾ നമ്മുടെ സെൻറ്റർ ലോക്ക്. അപ്പോൾ സെൻറ്റർ ലോക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം നമ്മൾ റൂബിക്സ് ക്യൂബ് എടുത്ത് കൈ പിടിക്കുക. എന്നിട്ട് നമ്മുടെ മിഡിൽ പോർഷൻ എടുത്ത് മുകളിലോട്ടാക്കുക. എന്നിട്ട് ഈ റൂബിക്സ് ക്യൂബ് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ആക്കുക, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ആക്കുക, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. പിന്നെ ആക്കുക. ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ സെൻട്രൽ ലോക്ക് പാറ്റേൺ. വളരെ ഈസിയാണ്. ചെസ് ബോർഡിൻ്റെ കൂട്ട് തന്നെ വളരെ ഈസിയാണ് ഇത് ചെയ്യുക. അത് നമ്മൾ തിരിച്ച് ചെയ്യണമെന്നുണ്ട്. ഈ ഓറഞ്ച് പീസില്ലേ, ഇപ്പം നമ്മുടെ ഫ്രണ്ടിലുള്ള സെൻറ്റർ പീസ് ഓറഞ്ചാണ്, അതിൻ്റെ ആ പീസ് ഇവിടാണ് വരേണ്ടത്. അപ്പോൾ ഇത് പൊക്കുക. അപ്പം ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഉള്ള യെല്ലോ എവിടെ ഉള്ളതെന്ന് നോക്കാം. ഇവിടെ ഉള്ള അത് പൊക്കി ഇവിടെ കൊണ്ടുവന്ന്, ഇനി ഇവിടെ ഉള്ള നീലത ഇവിടെ ഉണ്ട്, അതിങ്ങനെ പൊക്കി. ഇനി ഓറഞ്ച് ഇവിടെ ഉണ്ട്. ഇത്ര ഉള്ളത് നമ്മൾ ശരിയാക്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ ഒരെണ്ണം കൂടെ ഉള്ളത് നിങ്ങളെ കാണിക്കുന്നത്. നമ്മളിപ്പോൾ സെൻറ്റർ ലോക്ക് ചെയ്തു. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് സെൻറ്റർ ലോക്ക് തന്നെ. 4 സൈഡിൽ മാത്രം സെൻറ്റർ ലോക്ക് വരുന്നതാണിത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 2 സൈഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം.
നമ്മൾ നേരത്തെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇങ്ങനെ കറക്കുക, ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇത് 2 തവണ കറക്കുക, റൊട്ടേറ്റ് ചെയ്ത് 1 തവണ കറക്കുക, പിന്നെ റൊട്ടേറ്റ് ചെയ്ത് 2 തവണ കറക്കുക. ഇത്രയും ചെയ്യുമ്പോൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്ര പിന്നെ കാണാം.